പക്ഷേ ഇതുവരെ ഇല്ലാത്ത, നമ്മൾ പ്രവേശിക്കാത്ത വീടിന്റെ പരിസരങ്ങൾ വരെ അടിച്ചുവാരി വൃത്തിയാക്കി കഴുകി പെയിന്റ് അടിച്ച് എല്ലാം ഒരു നനച്ചുകുളിയൊക്കെ ചെയ്യുന്നുണ്ടാകാം. പള്ളികളും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ മനസ്സും ശരീരവും ശരിയായ രൂപത്തിൽ വൃത്തിയാകലാണ് ആത്യന്തികമായി നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സും ശരീരവും ഒരു മാസത്തെ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധത കാണിക്കലാണ് ഒന്നാമത്തെ ഒരുക്കമെന്നത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലൈസ സിയാമു മിനത്ത്വആമി വശ്ശറാബി വഹ്ദ. ഒരു നോമ്പുകാരൻ അവന്റെ ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കുന്നതല്ല നോമ്പെന്ന് പറഞ്ഞാൽ, വലാകിന്നഹു മിനൽ കദിബി വൽ ബാതിലി വൽ ലഗ്വി വൽ ഹൽഫി. കളവിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, വ്യർത്ഥമായവയിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന് അയാൾ മാറി നിൽക്കലാണ് ഒരു നോമ്പുകാരൻ. എല്ലാ തിന്മകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയലാണ് ഒരു നോമ്പിന്റെ ഗുണം. ആ വിശുദ്ധ റമദാൻ നമ്മളെ നൽകുന്നതും പഠിപ്പിക്കുന്നതും അതാണ്. മനുഷ്യൻ മൊത്തത്തിൽ ഒന്ന് നന്നാവലാണ്. പട്ടിണി കിടക്കലോ ഭക്ഷണം നിയന്ത്രിക്കലോ അല്ല, അതിനപ്പുറത്തേക്കുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മളിൽ പല ആളുകളും റമദാനിലേക്ക് പ്രവേശിക്കുന്നത് പോലും കളവ് പറഞ്ഞുകൊണ്ടാണ്. എത്ര പേരറിയുമെന്നറിയില്ല, റമദാനിലേക്ക് പ്രവേശിക്കുന്നത് പോലും കളവോടെയാണ്. അതെന്താ? റമദാൻ അടുത്തങ്ങ് വരുന്നതോടെ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോകളിലും മെസ്സേജുകളിലും പരസ്പരം ഷെയർ ചെയ്യുന്ന ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരുന്ന മെസ്സേജാണ്, റമദാനിലെ ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തെ 10 നരകമോചനത്തിന്റെ 10. ഇങ്ങനെ 3 തട്ടാക്കി തിരിക്കാൻ പറ്റാവുന്ന സ്വഹീഹായ റിപ്പോർട്ടുകൾ നമുക്കിവിടെ നിന്ന് കിട്ടും. ഒരു കളവല്ലേ, ഇല്ലാത്തത് പറയുന്ന പോലെ. എന്നാൽ ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ മുഴുവനായും നരകമോചനമുണ്ട്. 10 അല്ല 30. റമദാൻ മുഴുവനായും നിങ്ങൾക്ക് റഹ്മത്താണ്. ഒരു 10 അല്ല. ഇത് നമ്മൾ മനസ്സിലാക്കി. ഈ ഹദീസ്, ഇങ്ങനൊരു ഹദീസ് വന്നിട്ടുണ്ട്. ആ 10 പറഞ്ഞ ഹദീസിനെ പറ്റി പറഞ്ഞ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ അലി ബിൻ സയ്യിദ് ബിൻ ജദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരുണ്ട്. അദ്ദേഹം ദുർബലനാണ്. ആ മനുഷ്യൻ പറയുന്ന വാക്കുകൾ സ്വീകരിക്കാൻ പറ്റാത്തതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, അതുകൊണ്ട് അയാൾ പറയുന്നത് സ്വീകരിക്കാൻ കഴിയൂല. ഹദീസുകൾ പഠിപ്പിക്കുകയാണെങ്കിൽ റമദാനിലെ 30 രാത്രിയെക്കുറിച്ചും വലില്ലാഹി ഉതഖാഉ മിനന്നാർ, നരകമോചനമുണ്ട് 30 ദിവസം. ഇനി അത് മാത്രമല്ല, ഓരോ 10ലും ഓരോ പ്രാർത്ഥനകളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ഓരോ 10ലും ഓരോ പ്രാർത്ഥനകൾ. അതൊന്നും ഹദീസുകളിൽ നമുക്ക് സ്വഹീഹായി കാണാൻ പോലും സാധ്യമല്ല. അവസാനത്തെ 10 ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അല്ലെങ്കിൽ ഫഅഫു അന്നി എന്നടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. അത് ഹദീസിൽ വന്നതാണ്. എന്നാൽ മറ്റുള്ള 10 പ്രാർത്ഥനകൾ ഒരിക്കലും സ്വഹാബത്തിന്റെ താബഈങ്ങളുടെ കാലഘട്ടങ്ങളിൽ കാണാത്തതാണ്. എന്നാൽ ഒരാൾക്ക് എത്ര വേണമെങ്കിലും എന്തു വേണമെങ്കിലും പ്രാർത്ഥിക്കുന്നത് മഹത്തരമാണ്. 3 ആളുകളുടെ ദുആക്ക് ഉത്തരമുണ്ട്. ഒരിക്കലും തട്ടാത്ത ദുആയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദഅവത്തു സായിം, ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നവരെ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വൽ മുസാഫിർ, ഒരു യാത്രക്കാരൻ അവന്റെ യാത്ര അവസാനിക്കുന്നതുവരെ അവന് ദുആക്ക് ഉത്തരമുണ്ട്. ഹജ്ജിന് പോണ യാത്ര മാത്രമല്ല, ഒരു യാത്രയായി പറയാൻ പറ്റാവുന്നതിലൊക്കെ അയാൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. വദഅവത്തുൽ വാലിദി, ഒരു പിതാവിന്റെ പ്രാർത്ഥന മക്കൾക്ക് തട്ടാത്ത പ്രാർത്ഥനയാണ്. അതെല്ലാം ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ റമദാനല്ലേ എന്ത് പറഞ്ഞാലും എന്ത് ചൊല്ലിയാലും നന്മയാകുമെന്ന് വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്താലേ അതിന് പുണ്യം ലഭിക്കുകയുള്ളൂ. അത് പഠിക്കാനാണ് അഹ്ലു റമദാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗം നമ്മൾ അറിയേണ്ടത്, ജീവിതത്തിലെ ഈ വിശുദ്ധമായ ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ അതിനു മുമ്പായ ഒരു മാറ്റത്തിന് നമ്മൾ സന്നദ്ധരാവണം. അതേതാ? മാനുഷികമായ നമ്മുടെ എല്ലാ ബന്ധങ്ങളും നന്നാക്കി ചേർക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
വീട് വൃത്തിയാക്കി, പരിസരം വൃത്തിയാക്കി, വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മല്ലിപ്പൊടി, മുളക് പൊടി, പഞ്ചസാരൊക്കെ മേടിച്ച് റെഡിയാക്കി, എല്ലാം പ്ലാനിലുണ്ടാവും. പക്ഷെ തൊട്ട് വീടിന്റെ മുമ്പത്തെ താത്താനോടും അയൽവാസിയോടും ഇപ്പോഴും മിണ്ടൂല. ഇപ്പോഴും ജ്യേഷ്ഠാനുജന്മാരോട് കണ്ടാൽ മിണ്ടൂല. കുടുംബത്തിൽ ഇപ്പോഴും ആളുകളോട് തെറ്റി നടക്കുകയാണ്. പക്ഷെ ഭയങ്കര റമദാന്റെ ആൾക്കാരാണ്. കാര്യമില്ല. പിണക്കങ്ങൾ മാറ്റാതെ, നിങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കാതെ നിങ്ങൾക്ക് അമലുകൾ കൊണ്ട് നേടാൻ കഴിയൂല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻഫാലിന്റെ 1-ാമത്തെ ആയത്ത് പോലും പഠിപ്പിക്കുന്നത്, മനുഷ്യരെ നിങ്ങൾക്കിടയിൽ നിങ്ങൾ സുൽഹുണ്ടാക്കണം, തല്ലുണ്ടാക്കാനല്ല, പിണക്കമുണ്ടാക്കാനല്ല, അകൽച്ചയുണ്ടാക്കാനല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, വഅസ്ലിഹൂ ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കണം. പിണക്കങ്ങൾ ഉണ്ടാവും, മനുഷ്യന്മാരാണ്, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ സുൽഹുണ്ടാക്കണം. വഅതിഉല്ലാഹ വറസൂലഹു, അല്ലാഹനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇന്ന് ആലോചിക്കേണ്ടതാണ്, റമദാൻ വരുന്നതിന് മുമ്പേ ഞാൻ നന്നാവുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് നന്നായി, ജനങ്ങളുമായി നന്നായി, നല്ല ബന്ധങ്ങളിലേക്ക് എത്താൻ സാധിക്കണം. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസ് മതിയാകും. നമുക്കിടയിൽ എത്ര വാശിയുണ്ടെങ്കിലും എത്ര വെറുപ്പുണ്ടെങ്കിലും തീരാൻ പറ്റാവുന്ന ഒരു ഹദീസ്. അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യഹില്ലു ലിറജുലിൻ അൻ യഹ്ജുറ അഖാ ഫൗക സലാസി ലയാൽ, 3 ദിവസത്തിലധികം ഒരാൾക്ക് തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കാൻ അനുവാദമില്ല. യൽതഖിയാനി, അങ്ങനെ അവർ രണ്ടുപേരും കണ്ടുമുട്ടുകയാണ്. പള്ളിന്നോ കല്യാണ വീട്ടുന്നോ മരണ വീട്ടുന്നോ കണ്ടാൽ ഇവരങ്ങോട്ട് മാറി നടക്കുന്നു, മറ്റൊരുത്തൻ ഇങ്ങോട്ട് മാറി നടക്കുന്നു, മിണ്ടുന്നില്ല. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ അതിൽ ആദ്യം സലാം പറഞ്ഞ് പിണക്കം തീർക്കുന്നവനാണ്. ഞാനല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്, അവനല്ലേ പ്രശ്നം ഉണ്ടാക്കി, ആയിക്കോട്ടെ, അവൻ എന്റെ അടുത്ത് വന്ന് മാപ്പ് പറയട്ടെ, വാശി പിടിക്കരുത്. അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞ് പിണക്കം തീർക്കുന്നവരാണ് നല്ലവൻ. എത്ര ആളുകളാണ് പെങ്ങന്മാരോട് മിണ്ടാത്തവർ, ജ്യേഷ്ഠാനുജന്മാരോട് പിണങ്ങിക്കഴിയുന്നവർ. ഇതൊക്കെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? തന്റെ സഹോദരനോട് പിണങ്ങി നിൽക്കുന്ന ആളുകളുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്, പള്ളിയിൽ പോയിരുന്നു, ഞാൻ കുറെ നിസ്കരിച്ചു, ഞാൻ കുറെ പ്രാർത്ഥിച്ചു എന്നതിനൊക്കെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതിലൂടെ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത്. അവരുടെ അമലുകൾ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെടൂല. അതുകൊണ്ട് പിണക്കമുള്ള ഓരോരുത്തരും അവരുടെ പിണക്കത്തെ കുറിച്ച് ആലോചിക്കണം, അത് നന്നാക്കണം, അത്യാവശ്യം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രമുഖ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇരുന്ന് ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുത്തുകൊണ്ടിരിക്കുന്ന വേളയിൽ അവസാനം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖമാകെ വിവർണമായി കൊണ്ട് അവിടുന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ സദസ്സിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ച് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്നവർ മാറി നിൽക്കണം. എന്തിനാണെന്ന് ചോദിച്ചു. അവരുള്ള സദസ്സിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനത്തെ മനുഷ്യന്മാർ സദസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് വരെ പറഞ്ഞത് പിണക്കത്തിന്റെ വിഷയത്തിലാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. പിണക്കത്തിലായി നടക്കുന്നതിനിടയിൽ മരണപ്പെട്ട എത്രയോ ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, ജ്യേഷ്ഠാനുജന്മാരുണ്ട്. എന്നിട്ട് അവരുടെ മയ്യത്തിന്റെ മുമ്പിൽ കടന്ന് പൊട്ടിക്കരയുന്ന രംഗം നമ്മൾ കേൾക്കാറുണ്ട്. നമുക്കൊരലിവ് തോന്നാറില്ല, നമുക്ക് പാപം തോന്നാറില്ല. എത്ര ദിവസങ്ങൾ, എത്ര വെള്ളിയാഴ്ചകൾ, എത്ര റമദാൻ കഴിഞ്ഞുപോയി.
എന്തേ വീടിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ഒന്ന് കയറി ചെന്ന് സലാം പറയാൻ തോന്നാതിരുന്നത്? ഇത് മരിച്ചാ തോന്നേണ്ട ഒരു വികാരമല്ല, ജീവിച്ചിരിക്കണ കാലത്ത് അയാൾക്ക് തോന്നേണ്ട ഒന്നായിരുന്നു. ആർക്കെങ്കിലും, രണ്ട് സ്ത്രീകളിരിക്കുന്നുണ്ട്, പുരുഷന്മാരിരിക്കുന്നു, ഏതെങ്കിലും നിലക്കുള്ള പ്രശ്നങ്ങൾ അത്തരത്തിലുണ്ടെങ്കിൽ റമദാനിന്റെ മുന്നൊരുക്കമായി അത് കാണാൻ നമുക്ക് സാധ്യമാകണം. പിണക്കങ്ങൾ മാറ്റണം. നമ്മുടെ പെരുമാറ്റങ്ങൾ വളരെ നല്ല മാതൃകാപരമായ നല്ല പെരുമാറ്റങ്ങൾ നമുക്ക് സാധ്യമാകണം. നമ്മൾ നിസ്കാരം നോമ്പൊക്കെ വരട്ടെ, അത് വരാനാവണുള്ളൂ. അതിന്റെ മുമ്പ് നമ്മുടെ പെരുമാറ്റം നന്നാവണം. ഇത് പെരുമാറ്റം, സ്വഭാവം നന്നാവണം. ഇങ്ങനെയാണ് ഓരോ മനുഷ്യനെയും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോ അവരോടൊക്കെ നല്ല പെരുമാറ്റങ്ങൾ നമുക്കുണ്ടാകണം. മനുഷ്യന്മാരെ പലരും നമ്മൾ കാണുമല്ലോ, ഇയാൾ ഇനി എനിക്ക് കിട്ടുമെന്നറിയില്ല, അതുകൊണ്ട് പരമാവധി വെറുപ്പിക്കാം എന്നല്ല, മറിച്ച് അയാളെ പരമാവധി സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുമെന്ന്. ഇനി അയാളെനി കണ്ടോളണമെന്നില്ല, മാപ്പ് ചോദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ക്ഷമ ചോദിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ പഠിപ്പിച്ചു. ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വ ആവശ്യപ്പെട്ടു. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, ഏതെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നന്മ ചെയ്യാൻ ശ്രമിക്കണേ. നീ ചെയ്ത തെറ്റുകൾ ആ നന്മകളിലൂടെ മായ്ക്കപ്പെട്ടേക്കാം. ഞാനൊന്നും നന്നായിട്ട് കാര്യമല്ല, ഞാനൊന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നണ്ട. തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, പകരം നീ നന്മകൾ ധാരാളം ചെയ്തോ, നിനക്ക് ആ പാപങ്ങൾ അതിലൂടെ മായ്ക്കാം. അടുത്ത ഉപദേശം, വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നീ നല്ല രൂപത്തിൽ നല്ല സ്വഭാവത്തിൽ പെരുമാറിക്കോ. നമ്മൾ നല്ല പെരുമാറ്റമല്ലെങ്കിൽ, നമ്മൾ നല്ല സ്വഭാവത്തിലല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ ആളുണ്ടാവൂല, നമ്മുടെ കുടുംബത്തിലേക്ക് ആളുകൾ വരൂല, നമ്മളോട് സംസാരിക്കാൻ ജനങ്ങൾ അടുക്കൂല. എന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണം 1, 2, 3 ഇങ്ങനെ എണ്ണി. ഹിജറ പോകുന്ന ഘട്ടത്തിൽ 70 or 80 ആളുകളൊക്കെയാണ്. പിന്നീട് അവസാനം 23 കൊല്ലത്തിന്റെ ഉള്ളിൽ ഏക ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ 1.25 ലക്ഷത്തോളം അനുയായികളെ ഒരു നേതാവിന് കിട്ടാനുള്ള കാരണം എന്താ? ഇത്രയും ആളുകൾ എങ്ങനെ കിട്ടിയത്? ഖുർആൻ പറയാ, നബിയെ, നിങ്ങളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, നിങ്ങളൊരു കഠിന ഹൃദയത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ലായിരുന്നു. നമ്മളെങ്ങാനും ചീത്ത സ്വഭാവത്തിന്റെ വക്താക്കളാണ്, സംസാരിക്കുമ്പോൾ അല്പം ഈർഷ്യതയിലും ദേഷ്യത്തിലും വർത്തമാനം പറയുന്ന ആൾക്കാരാണ്. സ്നേഹം ഉണ്ടായിരിക്കാം, നമ്മളൊക്കെ നിലപാടിൽ ഒരു കാർക്കശ്യത്തിലും കാഠിന്യത്തിലുള്ള ഒരാളാണെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ വിളി, നമ്മുടെ സംസാരം കേൾക്കാൻ പോലും വരൂല. ഖുർആൻ പറയാ, വലൗ കുന്ത ഫളൻ ഗലീലൽ ഖൽബ്, നബിയെ, നിങ്ങളൊരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ, ഒരു കഠിന ഹൃദയനായിരുന്നെങ്കിൽ, ലം ഫളൂ മിൻ ഹൗലിക്, നബിയെ, നിങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകുമായിരുന്നു. ശത്രുക്കൾ വരെ ആ മഹാനായ മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു. കൊല്ലാൻ പുറപ്പെട്ട മനുഷ്യർ വാളൂരി വെച്ചുകൊണ്ട് വിയർത്തു കുളിച്ച് നബി തങ്ങളുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച അനുഭവങ്ങളുണ്ട്. ഗോത്രങ്ങൾ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ച സംഭവങ്ങളുണ്ട്. പല കുടുംബങ്ങൾ ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. ഒരൊറ്റ ദിവസത്തെ സംസാരത്തിന്റെ പേരിൽ ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്. എന്തേ? ലോലമായ പെരുമാറ്റം, നല്ല സൽഗുണങ്ങൾ, നല്ല ആതിഥ്യ മര്യാദ, അല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് ഹിജ്റ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ യാത്ര ആരംഭിച്ചു. മക്കയുടെ ബോർഡർ ലൈനിൽ എത്തുന്ന സമയത്ത് ഇബ്നു ദുഗിന്ന എന്ന് പറയുന്ന മനുഷ്യൻ അമുസ്ലിമാണ്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വഴി തടഞ്ഞിട്ട് പറഞ്ഞു, അബൂബക്കറെ, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? മക്കയിൽ ജീവിക്കാൻ കഴിയുന്നില്ല, ഞാൻ പോവാണ്. മക്കക്കാർ എനിക്ക് ആരാധന സ്വാതന്ത്ര്യം തരുന്നില്ല, നല്ല ഭക്തിയിൽ നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല, ഞാൻ ഈ നാട് വിട്ടു പോവുകയാണ്. അമുസ്ലിമായ ഇബ്നു ദുഗിന്ന പറയുകയാണ്, നിങ്ങളെപ്പോലുള്ള മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മളൊക്കെ പോകാൻ ബാഗ് എടുത്താൽ മതി, ആൾക്കാർ വണ്ടി കൊണ്ട് വരും, ഞാൻ ആക്കിത്തരാൻ പറയും.
ആ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാൻ സമയത്ത് ആ മുസ്ലിങ്ങൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, ഞാൻ നിങ്ങൾക്ക് അഭയം നൽകാം, നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് കഴിയാവുന്ന സൗകര്യങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എന്തുകൊണ്ട് പോകാൻ പാടില്ല? നിങ്ങൾ സത്യത്തിനെ മാനിക്കുന്നവരാണ്, അതിഥികളെ ആദരിക്കുന്നവരാണ്, പാവങ്ങളെ സഹായിക്കുന്നവരാണ്. അങ്ങനെ പറയാൻ എത്ര ഗുണങ്ങൾ ഉണ്ടായിരുന്നു. സ്വഭാവമാണ് വലുത്, പെരുമാറ്റമാണ് ശരി. അങ്ങനെ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം ഭാര്യയോട്, ഭർത്താവിനോട്, ഉമ്മയോട്, വാപ്പയോട്, മക്കളോട്, അയൽവാസിയോട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളോട്, ആദർശ ബന്ധുക്കളോട്, എല്ലാവരോടും നല്ല പെരുമാറ്റത്തോടെ നമ്മൾ ജീവിച്ചാൽ എന്ത് ഗുണമാണ് നമുക്ക് കിട്ടുക? ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സായിമിൽ ഖായിം. ഒരു സത്യവിശ്വാസി നല്ല സ്വഭാവത്തോടെ, നല്ല പെരുമാറ്റത്തോടെ മനുഷ്യരോട് ഇടപഴകിക്കഴിഞ്ഞാൽ പകല് മുഴുവൻ നോമ്പ് നോൽക്കുന്ന, രാത്രി മുഴുവൻ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവന്റെ ദറജയിലേക്ക് ഉയർത്തപ്പെടും. പട്ടിണി കിടക്കാതെ പട്ടിണി കിടന്നവന്റെ കൂലി, ഉറക്കമൊഴിക്കാതെ ഉറക്കമൊഴിച്ച് നിസ്കരിച്ചവന്റെ കൂലി. എപ്പോഴാ? നല്ല സ്വഭാവം, നല്ല പെരുമാറ്റ ഗുണങ്ങൾ. അതൊരു മനുഷ്യന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ഈ നബി തങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്? കാന ഖുലുഖുഹു ഖുർആൻ. പ്രവാചകരുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ത് സ്വഭാവമാണ് മനുഷ്യന് വേണമെന്ന് പറഞ്ഞത്, ആ സ്വഭാവം അവർക്കുണ്ടാകുമായിരുന്നു. അതായിരുന്നു ജീവിച്ച് കാണിച്ചത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ, പാപമോചനത്തിന്റെ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണെങ്കിൽ അതിലേക്ക് ധൃതിപ്പെട്ട് മുന്നോട്ട് വരണം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൽ നിന്ന് പാപമോചനത്തിലുള്ള മാർഗത്തിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടി വരണം. പിന്നിലാവരുത്, സാവകാശാവരുത്, നിങ്ങൾ വേഗത്തിൽ മുന്നോട്ട് വരണം. വജന്നത്തിൻ, സ്വർഗത്തിന്റെ കാര്യത്തിലും നിങ്ങൾ ധൃതി കാണിക്കണം. ഏതാ സ്വർഗം? അർളുഹസ് സമാവാതി വൽ അർള്, ആകാശഭൂമിയോളം വിശാലമായ സ്വർഗമാണ്. വഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കി വെക്കപ്പെട്ട സ്വർഗമാണ്. ആ സ്വർഗം മുത്തഖീങ്ങൾക്കുള്ളതാണ്. ഇനി എന്താണ് അവരുടെ സ്വഭാവം എന്ന് പറയാൻ പോകുന്നത്? അവരുടെ സ്വഭാവം എന്താണ്? മുത്തഖീങ്ങളുടെ സ്വഭാവ പെരുമാറ്റം എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ആലു ഇംറാൻ സൂറത്ത് മറിച്ചു നോക്കിയാൽ കാണാം, അവർ സുഖദുഃഖ ഘട്ടങ്ങളിലെല്ലാം ദാനം ചെയ്യുന്ന, ചെലവഴിക്കുന്നവരാണ്. സുഖത്തിലും ദുഃഖത്തിലും ദാനം ചെയ്യുന്നവരാണ്. നമ്മൾ നല്ല പൈസ ഉണ്ട്, നല്ല ലാഭം കിട്ടി, നല്ല വരുമാനത്തിൽ നിൽക്കുമ്പോൾ ദാനം ചെയ്യാം, അത് വലിയ ഗുണമല്ല. വിഷമത്തിലും സങ്കടത്തിലും പ്രയാസത്തിലും ഒരു കച്ചവടം പൊട്ടി നിൽക്കുകയാണ്, ഒരു മകളുടെ കല്യാണം എടുത്തിരിക്കുകയാണ്, വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, വേറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അള്ളാന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരാണ് ആ സ്വർഗത്തിലേക്കുള്ള മുത്തഖീങ്ങൾ. ദേഷ്യം ഒതുക്കി വെച്ച് നിയന്ത്രിക്കുന്നവരാണവർ. ആലോചിക്കണം, നമ്മളെ പറ്റി ചിന്തിക്കണം. നമ്മളെ ദിവസത്തിൽ എത്ര തവണ ദേഷ്യം പിടിക്കാറുണ്ട്? പ്രത്യേകിച്ച് നമ്മുടെ ദേഷ്യം ഏറ്റവും കാണിക്കുന്നത് നമ്മുടെ വീട്ടിലാണ്. നാട്ടുകാരോട് ദേഷ്യം പിടിക്കാൻ ആരും പോവില്ല, നാട്ടുകാരോട് പോവില്ല. പക്ഷെ നമ്മൾ പരസ്പരം ഇടപഴകാൻ പറ്റും. നമ്മുടെ വീട്ടിലെ മക്കളോട്, കുടുംബത്തോടൊക്കെ നമ്മളെ ദേഷ്യം നമ്മൾ കാണിക്കും. ഓരോരുത്തരുടെ ദേഷ്യത്തിനനുസരിച്ചുകൊണ്ട് ഈ അടുത്തൊരു കൗൺസിലിംഗ് കേസിൽ സംസാരിച്ചപ്പോ ഭാര്യ പറഞ്ഞത്, ഞാൻ ഭർത്താവിനെ അടിക്കാറുണ്ട്. ഭർത്താവും സമ്മതിച്ചെന്നോ, എനിക്ക് നല്ല കിട്ടലുണ്ട്. ദേഷ്യം പിടിച്ചാൽ 3 മിനിറ്റ് കൊണ്ട് മാറുമെന്നും പറഞ്ഞു. അതുകൊണ്ടാണ് മുന്നോട്ട് പോണത്. മക്കളൊക്കെ ഇട്ടിട്ട് വീശി അടിക്കുന്ന പറഞ്ഞു, വീശി അടിക്കും, മമ്മാരി അടിയാ. എന്താത്ര കാരണം പറഞ്ഞത്? എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യത്തിന്റെ ഭാഗമായി എന്തെല്ലാം സംഭവിക്കും? ദേഷ്യം നിയന്ത്രിക്കുന്നവരാണ് സൽസ്വഭാവികൾ, മുത്തഖീങ്ങൾ. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് മാപ്പ് കൊടുക്കുന്നവരായിരിക്കും. കൊടുക്കോ? നമ്മുടെ വീടിന്റെ അപ്പുറത്ത് കൂടെ ഒരു ബൈക്കിന് പോകാനുള്ള സ്ഥലം വേണം, ഒരു ടൈൽസ് ഒന്ന് പറിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കി, സമ്മതിക്കൂല.
എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട കേസ് വന്ന അപ്പോഴേക്കും നമ്മൾ നമ്മുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങുക. എത്രയോ കുടുംബങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്തതാണ്. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് ഒരാൾ തയ്യാറാകാത്തതുകൊണ്ടാണ്. നീണ്ടുകിടക്കുന്ന 10-15 വർഷത്തെ പിണക്കങ്ങൾ എന്തുകൊണ്ടാണ് തീർന്നു പോകാത്തത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നം വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാത്തത്. എന്നാലും ഒരു കുടുംബ കേസിൽ പാലക്കാട് ഭാഗത്ത് അവര് സംസാരിച്ചപ്പോ ഭർത്താവ് ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഭർത്താവിന്റെ വീട്ടുകാർ ഏറ്റെടുക്കാൻ തയ്യാറാണ്. 2 വയസ്സുള്ള ഒരു മോളുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്ന് ഒത്തുപോയിക്കൂടാ എന്ന് ചോദിച്ചപ്പോ ഭാര്യ സംസാരിച്ചു പറഞ്ഞത്, ഏതോ ഒരു സുപ്രഭാതത്തിൽ എപ്പോഴോ ഒരു ഘട്ടത്തിൽ ഒരു പ്രത്യേക ഇഷ്യൂ ഉണ്ടായപ്പോ എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞുപോയി. ആ ഒരൊറ്റ വാക്ക് എത്ര തിരുത്തിയാലും അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. സുഹൃത്തുക്കളെ, മുത്തഖീങ്ങളുടെ ഗുണങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. ആഫീനാനിന്നാസ്, വിട്ടുവീഴ്ച അങ്ങേയറ്റം ചെയ്യാൻ സാധ്യമാവുക. അവരാണ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അത്തരത്തിലുള്ള സുഹൃതവാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ രൂപത്തിൽ നോമ്പിനെ ക്രമീകരിക്കാൻ സാധിക്കുക, റമളാനിനെ ക്രമീകരിക്കാൻ സാധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരാളുടെ ഗുണത്തിന്റെ ജീവിത ക്വാളിറ്റിയുടെ അടയാളമാണ് അയാളുടെ സംസാരം നിയന്ത്രിക്കൽ. ഇതൊക്കെ നമുക്ക് റമളാനിൽ കിട്ടണം. പെരുമാറ്റം നന്നാവണം, ബന്ധങ്ങൾ നന്നാവണം, സംസാരം വരെ ശ്രദ്ധിക്കണം. ഒരു ഒറ്റ സംസാരം മതിയാകും നരകത്തിലെത്താൻ. ചില തമാശകൾ മതിയാകും അയാൾ പിഴക്കാൻ. ചില വർത്തമാനങ്ങൾ മതി അയാളുടെ ഈമാൻ നഷ്ടപ്പെടാൻ. ചെറുതല്ല, വാക്കിന് ഗൗരവമുണ്ട് എന്നാ പറഞ്ഞത്. ചിലപ്പോൾ ഒരാളെ മർദ്ദിക്കുന്നതിനേക്കാൾ പ്രഹരമായിരിക്കാം ഒരാളെ വാക്കുകൊണ്ടുള്ള ഒരു ഡയലോഗ്. ഒറ്റ വർത്താനം മതി അയാളെ നെഞ്ചത്ത് തുളച്ചു കയറും ചിലപ്പോൾ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത്, നീ സംസാരിക്കുമ്പോ നല്ലത് പറഞ്ഞോ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോ, അതാണ് നിനക്ക് നല്ലത്. മുൻഗാമികൾ പറയാറുണ്ട്, ഞങ്ങൾ ഒരിക്കലും തന്നെ സംസാരിക്കാതെ ഇരുന്നതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വന്നിട്ടില്ല, മിണ്ടാതിരുന്നതിന്റെ പേരിൽ വിഷമിക്കേണ്ടി വന്നിട്ടില്ല. സംസാരിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾക്കിടയിൽ പല വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നത്. നമ്മളെ വീട്ടിലും നമ്മളെ കുടുംബത്തിലൊക്കെ വായിച്ചു നോക്കിയാൽ മതി, സംസാരിച്ചതിന്റെ പേരിലേക്കും പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ടാവും. മിണ്ടാതിരുന്നിട്ട് പ്രശ്നം രൂക്ഷമായി ആരും പറയില്ല. നമ്മുടെ സംസാരം നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഒരു കളവ് പറഞ്ഞാൽ ആ കളവ് വർദ്ധിച്ച് വർദ്ധിച്ച് ഫാജിറായി അയാൾ നരകത്തിലേക്ക് നയിക്കപ്പെടും. ഒരുപാട് സംസാരങ്ങളെ കുറിച്ച് പറഞ്ഞ് വിശദീകരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഹദീസിൽ കാണാം, ഏറ്റവും അധികം ആളുകൾ നരകത്തിലേക്ക് വീഴാനും പ്രവേശിക്കാനുള്ള കാരണം അൽഫമു, അയാളുടെ വായയാണ്, വൽ ഫർജ്, അവരുടെ ലൈംഗികാവയവമാണ്. ഈ 2 കാര്യമാണ് മനുഷ്യന്മാരെ ഏറ്റവും അധികം നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുപോയത്. ഈ ഫമ്, വായ എന്ന് പറയുന്ന അനുഗ്രഹം ഉണ്ടല്ലോ, ഇന്ന് എത്രയും സൗകര്യമാണ്. നമ്മുടെ കയ്യിലുള്ള ഫോണൊന്ന് പതുക്കണി ഞെക്കിപ്പിടിച്ചിരുന്നാല് ആരെപ്പറ്റി, എവിടെ പറ്റി, എത്ര ദൂരത്തുള്ളവനോട് എന്തും വിളിച്ചു പറയാനുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ ഗൗരവത്തോടെ സോഷ്യൽ മീഡിയയിൽ ഇടപഴകുമ്പോഴും സമയം കളയുമ്പോഴും അതിലെ ഷെയർ ചെയ്യുമ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആലോചിച്ച് നോക്കണം, ഇതിന്റെ ഭീതി പരന്ന് കിടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് കൈമാറി പോവുകയാണ്. നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും മറ്റുള്ളവരുടെ കൈകളിൽ അത് കിടക്കുകയാണ്. അതുകൊണ്ട് സംസാരം നല്ലപോലെ വത്തഖുല്ലാഹ്, സൂക്ഷിക്കണേ. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ വളരെ മാന്യമായ നല്ല രൂപത്തിൽ സംസാരിക്കണേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹാറൂൻ നബിയോട് ഫിറഔനിന്റെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു, ദഅവത്ത് നടത്താൻ. ക്രൂരനായ സ്വേച്ഛാധിപതിയായ ധിക്കാരിയായ ഫിറഔന്റെ അടുക്കലേക്ക് പോയി സംസാരിക്കാൻ സമയത്ത് അല്ലാഹു തആല പറഞ്ഞത്, വഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, അവനോട് നിങ്ങൾ 2 പേരും മാന്യമായി ലോലമായി സംസാരിക്കണം. ഫിറഔനോട് സംസാരിക്കുമ്പോ വരെ ലോലായിട്ട് സംസാരിക്കണം. പിന്നെന്താ ഉമ്മാനോടും ബാപ്പാനോടും ഭാര്യയോടും മക്കളോടും മര്യാദ സംസാരിച്ചൂടെ? ഖൈറുൽ കലാമി കലാമുല്ലാഹ്,
ഏറ്റവും നല്ല സംസാരം അല്ലാഹുവിന്റെ കലാമാണ്. അതിലെവിടെയെങ്കിലും ഒരു മോശത്തരമുണ്ടോ? അതിലെവിടെയെങ്കിലും ഒരു മോശമായ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടോ? വഖൈറുൽ ഹദിയു ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല ജീവിത ഗ്രന്ഥിയായ മാതൃകയുള്ളത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട സ്വഹാബത്ത് പറയുകയാണ്, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലെ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ അവരൊക്കെ പറയുകയാണ്, ലം യകുനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷാ. നമ്മുടെ നേതാവ് നബിതങ്ങൾ ഒരിക്കലും ഒരു ദുഷിച്ച മ്ലേച്ഛമായ വാക്ക് സംസാരിക്കുന്ന ആളല്ല. മ്ലേച്ഛമായ വാക്ക് സംസാരിക്കുന്ന ആളല്ല. ഒരു തെറി, ഒരു ഇരട്ടപ്പേര്, ഒരു ചീത്തപ്പേര്, ഇതൊന്നും പറയുന്ന ആളല്ല. വലാ മുതഫഹിഷാ, ദുഷിച്ച മ്ലേച്ഛ പ്രവർത്തനം ചെയ്യുന്ന നേതാവുമല്ല. പറയൂല, ചെയ്യൂല. വകാന യഖൂലു, നബി തങ്ങൾ പറയാറുണ്ട്, ഇന്ന മിൻ ഖിയാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ അഹ്സനുക്കും അഖ്ലാഖാ, ഏറ്റവും നല്ല സ്വഭാവ പെരുമാറ്റമുള്ളവരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല പെരുമാറ്റമുള്ളവരാണ്. അതിൽപ്പെട്ടതാണ് നല്ല സംസാരം എന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ നല്ല ഹൃദയത്തോടെ, ഹൃദയവിശുദ്ധിയോടെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം. നല്ല ഒരു മനസ്സിന്റെ ഉടമയായിട്ട് വേണം അല്ലാഹുവിലേക്ക് നമ്മൾ ഈ റമദാനിലേക്ക് കയറി ചെല്ലാൻ. എന്തേ കാരണം? ഹൃദയത്തിലാണ് തഖ്വ വരാൻ പോകുന്നത്, തഖ്വ വർദ്ധിക്കാൻ പോകുന്നത്. തഖ്വ ശരിയാക്കുന്നത് ഹൃദയത്തിനകത്താണെങ്കിൽ അത് എല്ലാ നിറംലേച്ഛതകളിൽ നിന്ന്, പകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, അസൂയയിൽ നിന്ന്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഖൽബായി മാറണം. ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. ശംസ് വദുഹാ എന്നുള്ള സൂറത്ത് പഠിപ്പിക്കുക. അതിന്റെ ആദ്യത്തെ 9ഓളം ആയത്തുകൾ സത്യം ചെയ്തു പറയാൻ. സൂര്യൻ സത്യമാണ്, ആകാശം സത്യമാണ്, ചന്ദ്രൻ സത്യമാണ്, പകല് സത്യമാണെന്ന് പറഞ്ഞിട്ട് നഫ്സ് ഒരു സത്യമാണ്, മനസ്സൊരു സത്യമാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, മനസ്സിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചിരിക്കുന്നു. 9 കാര്യം സത്യം ചെയ്തിട്ട് 10ാമത് പറയണത് മനസ്സിനെ ശുദ്ധീകരിച്ചവൻ നന്നായിരിക്കുന്നു. വഖദ് ഖാബ, അതിനെ ആരെങ്കിലും കളങ്കപ്പെടുത്തിയാൽ മൻ ദസ്സാഹാ, അവൻ പരാജിതനായിരിക്കുന്നു. ഹൃദയം നന്നാവാതെ വീട് നന്നായി, പള്ളി നന്നായി, പെയിന്റ് അടിച്ചതൊന്നും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നേതാവ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ, അല്ലാഹുവേ എന്റെ മനസ്സിന് നല്ല തഖ്വ ഉണ്ടാക്കി തരണേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, എന്റെ ഹൃദയത്തിനെ നീ നന്നായി ശുദ്ധീകരിച്ചു തരണേ. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. മനസ്സ് നന്നാവാൻ, ഹൃദയവിശുദ്ധി ഉണ്ടാവാൻ, ഹൃദയത്തിനകത്ത് എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ദിക്റുള്ളവരായി മാറണം. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല, ഹൃദയത്തിൽ ദൈവസ്മരണയോടെ നാവിനും ചുണ്ടത്തും നമ്മുടെ ദിക്റുകൾ വരാൻ തുടങ്ങണം. ലാ യസാലു ലിസാനുക, നിന്റെ നാവ് ആയിക്കൊണ്ടിരിക്കണം. റത്ബൻ മിൻ ദിക്രില്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് നനഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ ചുണ്ടുകൾ, നമ്മുടെ നാവ് സുബ്ഹാനല്ലാഹിലൂടെ, അൽഹംദുലില്ലാഹിലൂടെ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി അടക്കമുള്ള ഒരുപാട് ദിക്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൂടെ നമ്മുടെ നാവ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. ഹൃദയത്തിൽ നിന്നാണ് ഈ ദിക്റ് ചൊല്ലണം എന്നുള്ള ചിന്ത വരിക. അതിനാവശ്യമാണ്. എല്ലാ ഇബാദത്തിന്റെയും ലക്ഷ്യം ഇതുതന്നെയാണ്. ഹജ്ജിന്റെ ലക്ഷ്യമെന്താ? നമസ്കാരത്തിന്റെ ലക്ഷ്യമെന്താ? സകാത്തിന്റെ ലക്ഷ്യമെന്താ? നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും രക്ഷയാണ് നിസ്കാരം.
സക്കാത്തിനെ കുറിച്ച് സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. പൈസ കൊടുക്കുന്നതിലൂടെ അയാളുടെ മനസ്സും സമ്പത്തും ശുദ്ധീകരിക്കുകയാണ്. നോമ്പ് റമദാന് നമ്മൾ പറഞ്ഞു, ഹജ്ജിന് പോകുന്ന ആളോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകാനുള്ള സാദൊക്കെ ഉണ്ടാക്കിക്കോ, പക്ഷേ വഖൈറുസ്സാദ് ഏറ്റവും വലിയ സാദ് വിഭവം അത്തഖ്വ, ശുദ്ധി ഹൃദയത്തിന്റെ വിശുദ്ധമായ ഭക്തിയാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്. അത് ശരിയാവാനാണ് എല്ലാ ഇബാദത്തും കൽപ്പിക്കുന്നത്. അതിലൂടെ റമദാൻ വരുമ്പോഴും അത് കഴിഞ്ഞു പോയാലും നമുക്ക് ശുദ്ധീകരണം നടക്കണം. ഈ പറഞ്ഞിടത്തൊക്കെ ശുദ്ധി, എല്ലാ മേഖലയിലും തിരുത്താനുള്ളതൊക്കെ നമ്മൾ തിരുത്താൻ തയ്യാറാകണം. വയല് കേട്ട് പോകാൻ പണിയില്ല, വയല് സംസാരിക്കാനും പണിയില്ല. ഇതൊക്കെ കഴിവുള്ള ഒരാളെ കൊണ്ട് പറ്റും. തിരുത്താൻ എത്ര പേർക്ക് കഴിയും? സ്വഹാബത്ത് റമദാനിലൂടെ അല്ലാത്ത കാര്യങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഒന്ന് കിട്ടിയാൽ അവർ തിരുത്താൻ സന്നദ്ധരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ പുറപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ലെന്ന് ബോധ്യപ്പെട്ട് മനംമാറ്റം സംഭവിച്ചവരാണ്, ജീവിതത്തിൽ മാറിയിട്ടുണ്ട്. ഫുദൈൽ ഇബ്നു അയ്യാദ് റഹിമഹുല്ലാഹ് വ്യഭിചാരവും അതുപോലെ തന്നെ ആളുകളുടെ സാമ്പത്തികമായ തട്ടിപ്പുകളും പലതുണ്ടായിരുന്നതാണ്. ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ മാറി വന്നവരാണ്. എത്രയെത്ര മോശപ്പെട്ട പല പെരുമാറ്റ പ്രവർത്തനങ്ങൾ കടന്നുപോയവർ അവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഗിഫാരി ഗോത്രക്കാർ മുഴുവൻ പിടിച്ചുപറിക്കാരായിരുന്ന ഗോത്രക്കാരായിരുന്നു. അവരിൽ എത്ര പേരാ പിന്നീടൊക്കെ അവർ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന് തിരുത്തിയത്. അതേപോലെ നമ്മുടെ അടുത്ത് എന്തൊക്കെ കുറവുണ്ടോ, എന്തൊക്കെ തിരുത്താണ്ടോ, തിരുത്താൻ തയ്യാറല്ലാത്തവർക്ക് ഈ റമദാൻ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. തിരുത്താൻ കഴിയണം. സ്വയം ഓരോരുത്തരും അവനവനെ പറ്റി വിചാരണ ചെയ്യണം. നമ്മളെ പറ്റി, ബാക്കിയുള്ളവനെ വിചാരണ ചെയ്യാൻ ഒരു പണിയില്ല, ബാക്കിയുള്ളവന് വിചാരണയല്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വരെ പണിയില്ല നമുക്ക്. പക്ഷെ നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്റെ സ്വഭാവം എന്താണ്? ഞാൻ ഇങ്ങനെ പോയാൽ എന്തൊക്കെ അവസ്ഥ? ഞാൻ ഇന്നും മരിച്ചാൽ ഞാൻ എത്രയാൾക്ക് സമ്പത്ത് കൊടുക്കാനുണ്ട്? ഞാൻ എത്ര ആൾക്കാരോട് മാപ്പ് ചോദിക്കാനുണ്ട്? ഞാൻ എത്ര അയൽവാസികളോട് പിണക്കം മാറ്റാനുണ്ട്? ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ട് വിചാരണ ചെയ്തൊക്കെ ഞാൻ എന്റെ അവസ്ഥ. താബിഈങ്ങളായ ഉലമാക്കന്മാര് പറയാറുണ്ട്, സ്വഹാബത്തിനെ കണ്ട് ജീവിതം പഠിച്ചവരാണ് അവര്. ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസിബൂ, നിങ്ങളെ പരലോകത്ത് കഠിനമായ വിചാരണ വരുന്നതിന്റെ മുമ്പ് ദുനിയാവിലൊന്ന് വിചാരണ ചെയ്തോളൂ. അവനവൻ സ്വന്തത്തിന് ആരൊരണ്ട. വസിനു അഅമാലക്കും, നിങ്ങൾ നിങ്ങളുടെ അമലൊക്കെ ഒന്ന് തൂക്കി നോക്കിക്കോ. ഖബ്ല അൻ തൂസന അലൈക്കും, നാളെ പരലോകത്ത് തുലാസിൽ വെക്കുന്നതിന്റെ മുമ്പ്. ഫർദ് നിസ്കാരമുണ്ടോ? സുന്നത്ത് നിസ്കാരമുണ്ടോ? സ്വലാത്തുണ്ടോ? രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന എനിക്കുണ്ടോ? നിങ്ങൾ സ്വയം നിങ്ങളുടെ അമലൊന്ന് പരിശോധിച്ചോ. എങ്കിൽ നാളത്തെ വിചാരണ നിങ്ങൾക്ക് ലളിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നിങ്ങൾ പരലോകത്തേക്ക് നീട്ടിവെക്കണ്ട, പരലോകത്തേക്ക് മാറ്റിവെക്കണ്ട. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഫീഹാ അമലും വലാ ഹിസാബ്, ഇവിടെ മനുഷ്യർക്ക് ഒരാളും വിചാരണ നടപ്പിലാക്കൂല. നമ്മൾ നോമ്പ് ശരിയായോ നിസ്കാരം ശരിയായോ നോക്കാൻ ഇവിടെ ഒരാളും വരൂല. ഫീഹാ അമലുൻ, ദുനിയാവിൽ അമല് മാത്രമേ ഉള്ളൂ. വഗദൻ ഹിസാബുൻ, നാളെ പരലോകത്ത് വിചാരണയാണ്. വലാ അമലുൻ, അവിടെ ഒരു അമല് പോലും ചെയ്യാൻ കഴിയൂല. ഒരു സുന്നത്ത് നോമ്പ് കഴിയില്ല, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു തൗബ, ഒരു റുപ്യ സ്വതക്ക കഴിയൂല. കുട്ടികളുണ്ട് കുട്ടികളടുത്ത് കൊടുക്കും. പറഞ്ഞത് സ്വന്തത്തിനെ വിചാരണക്ക് വെച്ച് എന്റെ അമലുകൾ, എന്റെ ജീവിതം, എന്റെ പ്രവർത്തനങ്ങൾ എന്ന് ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കാൻ ഈ റമദാന് കൊണ്ട് സാധ്യമാകണം. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയാണ്.
ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു സ്വർഗ്ഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ ഒരാളാണ്. ധീരരായ യുദ്ധങ്ങളിൽ പലപ്പോഴും മുന്നിട്ട് നിന്ന് പോരടിച്ചവരാണ്. ഉഹദ് യുദ്ധത്തിൽ ധാരാളം പരിക്ക് പറ്റിയ സ്വഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് 2 ആളുകൾ വന്നു. അവർ രണ്ടുപേരും ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഒരാൾ യുദ്ധത്തിൽ പെട്ടെന്ന് മരിച്ചു. അടുത്തയാൾ 1 കൊല്ലത്തോളം കിടക്കയിൽ കടന്ന് രോഗാവസ്ഥയിൽ കടന്ന് മറ്റുമൊക്കെയായ അവസാനമാണ് മരിക്കുന്നത്. യുദ്ധത്തിൽ മരിച്ച ഇയാളേക്കാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് രണ്ടാമത് മരിച്ചയാളായിരിക്കും. ഇത് കേട്ടപ്പോ സ്വഹാബിമാരാകെ അത്ഭുതപ്പെട്ടു പോയി. അതെങ്ങനെ യുദ്ധത്തിൽ മരിച്ച ഷഹീദല്ലേ നബിയെന്ന് ചോദിച്ചു. അപ്പൊ നബിന്റെ മറുപടി, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന, യുദ്ധം കഴിഞ്ഞിട്ടും 1 വർഷത്തോളം ആ രണ്ടാമത് മരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടായിട്ടുണ്ടല്ലോ. വഅദ്റക റമദാന ഫസാമ, 1 റമദാൻ അധികം കിട്ടിയില്ലേ, 1 റമദാനിൽ അധികം നോമ്പ് നോറ്റില്ലേ? ഖലൂ ബലാ, സഹാബത്ത് പറഞ്ഞു, ശരിയാണ് നബിയേ, ശരിയാണ്. 1 റമദാൻ അധികം കിട്ടി എന്നുള്ളത് യോദ്ധാവിന്റെ സ്ഥാനം കിട്ടാൻ മാത്രം മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച സ്വഹീഹുൽ ജാമിഇലെ രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇന്നലകളിലും കഴിഞ്ഞ കാലങ്ങളിലും മരണപ്പെട്ടവരെക്കാൾ ഇൻഷാ അല്ലാഹ് എത്ര റമദാനുകൾ കിട്ടി. അടുത്ത് നമ്മളെ കാത്തിരിക്കുന്നു. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അവസരം ഇത്ര വലിയ നേട്ടമാണ് നൽകുന്നത് എന്ന് ഒരിക്കൽ സഹാബത്ത് വന്ന് നബിനോട് ചോദിച്ചു, നബിയെ, ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നല്ലോരെന്ന് പറയാൻ ആരെയാ പറ്റാന്ന് ചോദിച്ചു. ആരാണ് നല്ലവര്? അയ്യുന്നാസി ഖൈർ, ഏറ്റവും നല്ല മനുഷ്യരാരാണ് നബിയെ? ഖാല മൻ ത്വാല ഉമറുഹു ഹസന അമലുഹു, നല്ല ആയുസ് കിട്ടിയിട്ട് ആയുസ് മുഴുവൻ നന്മയിൽ പ്രവർത്തിച്ച ആളുകൾക്കാണ്, അവരെയാണ് നല്ല മനുഷ്യരെന്ന് വിളിക്കുക. കുറെ കാലം ജീവിച്ചവരല്ല, ഒരുപാട് വയസ്സ് ജീവിച്ചവരായിക്കൊള്ളുന്നില്ല. ആയുസ് ഒരുപാട് ദൈർഘ്യം കിട്ടിയിട്ടത് മുഴുവൻ നന്മയിലായി ജീവിച്ചവരാവുക. ഓരോ റമദാനുകളും നോമ്പുകാലം കിട്ടുമ്പോഴൊക്കെ ഓരോരുത്തരും ഓരോ കണ്ടത് അവസാനത്തേതാകുമോ ചിന്തിച്ചാൽ മതി. അപ്പൊ നല്ലോണം നന്നായി ചെയ്യാൻ കഴിയും. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, അതാകും ശഹ്റു റമദാൻ ശഹ്റും മുബാറകുൻ, നിങ്ങൾക്കിതാ റമദാൻ വന്നെത്തിയിരിക്കുന്നു, അനുഗ്രഹീതമായ മാസമാണ് റമദാൻ. അനുഗ്രഹീത മാസമാണ് റമദാൻ. ശഹ്റും മുബാറകുൻ, അനുഗ്രഹീതമായ മാസമാണ് റമദാൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞു, ഖുർആൻ ഹുദം വ മുബാറകുൻ ലിന്നാസ്, ജനങ്ങൾക്ക് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞു, ലൈലത്തുൻ മുബാറകത്തുൻ, അനുഗ്രഹീതമായ രാത്രിയാണ്. ഖുർആന് ലൈലത്തുൽ ഖദർ, റമദാന്. അതിൽ തന്നെ അത്താഴത്തെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കൂ, ഫഇന്ന ഫീഹി ബറകത്തുൻ, നിങ്ങൾക്ക് അതിലും ബറക്കത്തുണ്ട്. അല്ലാഹ് ബറക്കത്ത് നിശ്ചയിച്ച ശഹ്റും മുബാറകാണ്. ഫറദല്ലാഹു അലൈക്കും സിയാമ, ഈ മാസത്തിലാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. റമദാൻ ബറക്കത്തുണ്ട്, അതിൽ നിങ്ങൾക്കൊരു കാര്യം നിർബന്ധമായി ചെയ്യണം, അത് നോമ്പാണ്. ആ നോമ്പ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവനുണ്ട്. അത് റമദാനിലേക്ക് വെക്കാനുള്ള കാരണം, റമദാൻ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ്. വേദഗ്രന്ഥങ്ങളിൽ ഭൂരിഭാഗവും ഇറങ്ങിയത് റമദാനിലോട് അനുബന്ധിച്ചാണ്. ഖുർആൻ അടക്കമുള്ളതും സുഹഫ് ഇബ്രാഹിമും സബൂറും തൗറാത്തും ഇൻജീലും അടക്കമെല്ലാം മുൻകാല റമദാനുകളിൽ ഇറങ്ങിയതായി സ്വഹീഹുൽ ജാമിഇൽ രേഖപ്പെടുത്തപ്പെടുന്നു. ഒരുപാട് നേട്ടങ്ങൾ മുസ്ലിമീങ്ങൾക്കാകമാനം ലഭിച്ച മാസമായിക്കൊണ്ട് ഈ റമദാനിന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി മദീനയിൽ ജീവിക്കാനുള്ള ഒരു നല്ല അവസരം ഇങ്ങനെ വന്നു കിട്ടിയിരിക്കുമ്പോഴാണ് ഹിജ്റ 2-ാം വർഷത്തിൽ ജീവിക്കാൻ അനുവദിക്കൂല എന്ന് തീരുമാനിച്ച മക്കയിലെ മുശ്രിക്കീങ്ങൾ ഒരു വലിയ തന്ത്രവുമായി കടന്നു വന്ന് ബദർ യുദ്ധം ആരംഭിക്കുന്നു. റമദാനിലുണ്ടായത് പട്ടിണി കിടന്ന് ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ഞങ്ങളുടെ വിളികളും സഹായഘട്ടങ്ങളും എല്ലാം അല്ലാഹു മാത്രമേ കേൾക്കുകയുള്ളൂ. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും,
അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ബദറിന്റെ സ്വഹാബത്തിനെ കുറിച്ച് പറയാ, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗാസ നടത്തിയപ്പോ ബദറിൽ മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചല്ലോ. ആയിരക്കണക്കിന് മലക്കുകൾ നിങ്ങളെ സഹായിച്ചു. ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചു? അല്ലാഹുവോട് പ്രാർത്ഥിച്ചു. ബദരീങ്ങൾ പട്ടിണി കിടന്നു. ബദരീങ്ങൾ ചെമ്പിനു വേണ്ടി തല്ലുകൂടിയവരല്ല. ബദരീങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് സമരം നയിച്ചവരല്ല. അതോടൊപ്പം ബദരീങ്ങൾ ആരോട് പ്രാർത്ഥിച്ചു? അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം. ബദരീങ്ങൾ ആര് പടച്ചു? അവനോട് നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവോട്. നമ്മൾ ബദരീങ്ങളോട് എത്ര പൊട്ടിക്കരഞ്ഞാൽ പോലും മലയാളം ഒട്ടുമ സ്വഹാബത്തിന് അറിയൂല. ആ ബദരീങ്ങളാവട്ടെ അവരുടെ ജീവിതകാലത്ത് രോഗം ബാധിച്ച് മരണപ്പെട്ടവരുണ്ട്. പിന്നെ എങ്ങനെ നമ്മളെ രോഗം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്? കോളറ ബാധിച്ച് മരണപ്പെട്ടവരുണ്ട്. ഒരു രക്ഷയുമില്ലാതെ പടർന്നു പിടിച്ച കോളറയിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബത്ത് മരണപ്പെട്ടിട്ടുണ്ട്. സ്വന്തം അപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് പിന്നിൽ നിന്ന് ശത്രുക്കൾ വന്ന് അമ്പുകൊണ്ട് കുത്തിയിട്ട് മരിച്ചവരുണ്ട്. തൊട്ട് പിന്നിലുള്ള ശത്രു വരുന്നത് പോലും നിയന്ത്രിക്കാൻ അവർക്ക് കഴിവില്ലായിരുന്നു. പിന്നെ അവരോട് എങ്ങനെയാണ് ഈ ഇത്രയും 6000 കിലോമീറ്റർ അപ്പുറത്തുള്ള നമ്മൾ ഈ മരണശേഷം പോയി സങ്കടം പറയുന്നവർ? അതുകൊണ്ട് അനുബന്ധമായ റമദാനിനെ വികലമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മക്കാ വിജയമുണ്ടായത് റമദാനിലാണ്. ഖന്തക്ക് യുദ്ധത്തിന് സൈന്യം പുറപ്പെട്ടത് റമദാനിലാണ്. സഖീഫ് എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഒരു ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നതും ഒരു റമദാനിന്റെ മഹത്വമുള്ള ദിനത്തിലാണ്. ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി നീക്കം നടന്നത് റമദാനിലാണ്. മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ മാസമാണ് റമദാൻ. ഒരുപാട് ബറക്കത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് അതിൽ ജീവിക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു. ആ മാസത്തിൽ ജീവിച്ചിരിപ്പിക്കുന്ന ആളുകൾ അവർ നോമ്പ് നോറ്റുകൊണ്ട് അതിനെ ക്രമീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. റമദാനിൽ ജീവിച്ചിരിക്കുന്നവരൊക്കെ സൗമ്യ റമദാൻ നിർബന്ധമായ 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് റമദാനിൽ നോമ്പ് നോൽക്കുക എന്നത്. വിശ്വാസികൾക്ക് നിർബന്ധമാണ്. നോമ്പ് നിർബന്ധമല്ല എന്ന് പറയാൻ പോലും നമുക്ക് പാടില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. നിർബന്ധമാണെന്ന് ഖുർആൻ വന്ന വാക്കാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന പല ജനസമൂഹങ്ങൾക്കും. യഹൂദികൾക്കുണ്ടായിരുന്നു, നസാറാക്കൾക്കുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാം നോമ്പ് നോറ്റത് ഹദീസിലുണ്ട്. അവരുടെ അതേ രൂപത്തിലല്ല, രൂപവ്യത്യാസമുണ്ടെങ്കിലും നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാണ്. എന്തിനാണ്? ലഅല്ലക്കും തഅഖിലൂൻ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. ആരോഗ്യം നന്നാവാനല്ല, നമ്മുടെ ആരോഗ്യം നന്നാവാനല്ല ലക്ഷ്യം. അതല്ല, അതൊക്കെ നടക്കും, അതൊക്കെ എന്റെ സൈഡിൽ കൂടെ നടക്കും. ചെലവ് ചുരുക്കാനല്ല റമദാൻ. ആൾക്കാർ എങ്ങനെ ഉറങ്ങാം എന്ന് പഠിക്കാനല്ല നോമ്പ്. എങ്ങനെ പട്ടിണി കിടക്കാം എന്ന് പഠിക്കാനല്ല നോമ്പ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് എങ്ങനെ തഖ്വ പാലിക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് നോമ്പ്. അപ്പൊ നിങ്ങൾ ഹലാലായി അള്ളാഹ് അനുവദിച്ച ഭക്ഷണം വേണ്ടാന്ന് നമ്മൾ വെക്കണ്. അള്ളാഹ് അനുവദിച്ച വെള്ളം വേണ്ടാന്ന് നമ്മൾ വെക്കണ്. അള്ളാഹ് അനുവദിച്ച ഭാര്യയെ നമ്മൾ അനുവദിച്ചിട്ട് പോലും അവിടെ നോമ്പുകാരനായിട്ട് മാറി നിൽക്കാണ്. അതിലൂടെ നമുക്കുണ്ടാകേണ്ടത് തഖ്വയാണ്. തഖ്വ എല്ലാ ഹറാമായതിൽ നിന്ന് മാറാനും അനുവദിച്ച മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയുക എന്നതാണ് തഖ്വ. അത് നോമ്പിലൂടെ ഉണ്ടാകണം. നമുക്ക് നോമ്പിലൂടെ അത് ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ നോമ്പിലുണ്ടായിട്ടുണ്ടോ? എത്ര കാലമായി നമ്മൾ നോക്കാൻ തുടങ്ങിയിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 2-ാം വർഷം ആരംഭിച്ച് നോമ്പ് 9 കൊല്ലത്തോളം നോമ്പ് നോറ്റ് മാതൃക കാണിച്ചു. എന്താണ് അത്താഴം കഴിച്ചത്? നോമ്പ് തുറന്നതിന് ശേഷം എന്താ പ്രാർത്ഥിച്ചത്? അതുപോലെ തന്നെ അത്താഴത്തിന്റെ മഹത്വം എന്താണ്? നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലാത്ത വിധേന മാതൃകയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പും റമദാനും ഒക്കെ പഠിപ്പിച്ചു തന്നു. ഇദാ ജാ റമദാനു ഫുത്തിഹത് അബ്വാബുൽ ജന്ന, റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടം മടക്കുകയാണ്. വസുഫിദത്തിശയാതീൻ, പിശാചുക്കളെ ബന്ധനസ്ഥനാക്കുകയാണ്.
നമുക്ക് സൗകര്യം ചേർന്ന് നിൽക്കുക. സ്വർഗത്തിലേക്കുള്ള നാമങ്ങൾ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളെ പരമാവധി കൊട്ടിയടക്കുന്നു. മനുഷ്യന് നന്മ ചെയ്യാൻ ആവശ്യമായി പിശാചുക്കളെയും ജിന്നുവിലെ ധിക്കാരികളെയൊക്കെ പൂട്ടിയിട്ട് സഹകരിക്കുന്നു. പക്ഷേ പിശാചുക്കളെ ബന്ധനസ്ഥരാക്കിയാലും നമ്മുടെ പല ആളുകളും പിശാചിനെ തൃപ്തിപ്പെടുത്താനുള്ള പണിയിലാണ്. വലത് കൈകൊണ്ട് വെള്ളം കുടിക്കും, അതേപോലെ തന്നെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ. ചില ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കും, വലത് കൈകൊണ്ട് വെള്ളം കുടിക്കും. രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇടത് കൈകൊണ്ട് വെള്ളമാകട്ടെ ഭക്ഷണമാകട്ടെ നമുക്ക് പറ്റൂല. ഇടതുകൊണ്ട് കുടിക്കലും ഇടതുകൊണ്ട് കഴിക്കലും പിശാചാണ്. ഹദീസിൽ കാണാൻ സാധിക്കും പിശാചിന്റെ ഉപദ്രവം, പിശാചിന്റെ ശർറുമായി ബന്ധപ്പെട്ട് ഇന്നൽ മുബദ്ദിരീൻ ആയത്ത് തന്നെ. ധൂർത്തും ദുർവിനിയോഗവും നിങ്ങൾ ശ്രദ്ധിക്കണം. മുബദ്ദിരീങ്ങൾ കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ കൂട്ടാളികളാണ്. അവർ ചെയ്യുന്ന പണി പിശാചിന്റെ പണിയാണ്. മുബദ്ദിരീങ്ങളായി ധൂർത്തും ദുർവിനിയോഗവും കടന്നു വരുന്നുണ്ടെങ്കിൽ പിശാചിന്റെ കൂട്ടാളികളാണെന്ന് പറഞ്ഞു. ഇഫ്താറിന്റെ പേര്, നോമ്പുതുറന്റെ പേരിൽ നമ്മൾ കണ്ണൂർ ജില്ലയിലും തലശ്ശേരിയിലൊക്കെ നമ്മൾ ആലോചിച്ചു. ഇന്നലെ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറുമായുള്ള സംസാരത്തിൽ അവർ തലശ്ശേരി ഭാഗത്തു നിന്നും തിരൂര് ഭാഗത്തു നിന്നുമാണ് എന്റെ അടുത്ത് കൂടുതൽ ക്യാൻസർ രോഗികൾ കടന്നു വരുന്നത് എന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, അവിടത്തേക്കൊരു ഭക്ഷണ സംസ്കാരം അവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നോമ്പിലൂടെ നമുക്ക് നോമ്പ് തിന്നാനുള്ള മാസൽ, അതുകൊണ്ടാണ് നമ്മളെ പറ്റി ആൾക്കാർ പറയാൻ തുടങ്ങിയത് 11 പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ ചെമ്പ് എന്നാ പറയാം. രാത്രി ഫുള്ള് കറക്കാണ്, എവിടൊക്കെ വേറെ വെറൈറ്റികളുള്ളത് നോക്കി തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. പകല് ഫുള്ള് നോമ്പാണ്. നമ്മൾ ചില കണ്ണൂരിന്റെ ചില ഭാഗത്തൊക്കെ കാസർഗോഡ് ഭാഗത്തുനിന്ന് വരെ തിന്നാനായിട്ട് ആൾക്കാർ വരിക. എത്ര റമദാനിൽ അത്താഴത്തീറ്റയാണെന്ന പേര് പറയുന്നത്. എത്ര മണിക്കൂറാണ് ഒരു റമദാനിലെ രാത്രി അവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ്, എന്റെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾക്ക് വേണ്ടിയാണ് റമദാൻ. ധൂർത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടിയല്ല റമദാനും നമുക്ക് നോമ്പും തന്നിരിക്കുന്നത്. ഹദീസുകളിൽ വന്ന വാക്ക് കാണാം, അലൈക ബിസ്സിയാം, നിങ്ങൾ നോമ്പിനെ മുറുകെ പിടിച്ചോ. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് സമാനമായ ഒരു ഇബാദത്ത് വേറെയില്ല. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് നോമ്പുകാർക്കാണ്. എങ്ങനത്തെ നോമ്പ്? മൻ സാമ റമദാന ഈമാനം വഹ്തിസാബ, ഈമാനോടെ പ്രതിഫലം കിട്ടണമെന്ന താല്പര്യത്തോടെ നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞകാല പാപങ്ങളെല്ലാം അവർക്ക് പൊറുക്കപ്പെടുന്നതാണ്. എനിക്കെന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടണം, റമദാനോടെ മാറണമെന്ന്, നന്നാവണമെന്ന് ചിന്തിക്കണം. ഈമാനോടെ ഇഹ്തിസാബോടെ അത് ചെയ്യണം. പല ദുശ്ശീലങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവും. ഇപ്പൊ സിഗരറ്റ് ശീലമാക്കിയ ആൾക്കാരുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത്? ഈ റമദാനോടെ അത് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പകൽ മുഴുവൻ അയാൾക്ക് തൊടാൻ കഴിയില്ല. പിന്നെ ഇത് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം, ഒരു കയ്യിൽ ഈത്തപ്പഴം ഒരു കയ്യിൽ തീപ്പെട്ടിയും പിടിച്ചിരുന്നത് മാറ്റാൻ കഴിയില്ല. ഇത് എങ്ങനെങ്കിലും മാറ്റണം, പതുക്കെ പതുക്കെ ഇത് ഒഴിവാക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റണ ചാൻസാണിത്. ആര് നമ്മളറിയാതെ മാറ്റാൻ കഴിയാവുന്ന മാർഗം. ലഹരി. ഇനി അതേപോലെ തന്നെ നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിലേക്ക് പലതരം ആളുകൾ കയറി വരും. ഇന്നലെ വരെ കള്ളു കുടിച്ച മനുഷ്യന്മാര് റമദാൻ 1 അന്ന് പള്ളിയിൽ കാണാം. കഴിഞ്ഞ ആഴ്ചകളിൽ, വെള്ളിയാഴ്ചകളിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ പള്ളിയിൽ കാണാം. പരിഹാസത്തിന്റെ ഒരു വാക്ക് പോലും നമുക്ക് പറയാൻ പാടില്ല. എന്തേ? അവർ നന്നാകാൻ തീരുമാനിച്ചവരാണ്. ചില ആൾക്കാർ, ഇത്തരം ആൾക്കാരെ വേണ്ടിയിട്ട് കണ്ടോ, 11 മാസം കുപ്പി 1 മാസം തൊപ്പി എന്നും പറഞ്ഞിട്ട് അവരെ കളിയാക്കി. പിന്നെ അവൻ അടുത്ത ദിവസം പിന്നെ പള്ളിക്ക് വരൂല. ചില ആൾക്കാർ നോക്കി ഇങ്ങനെ ചുരുക്കും. ചില ആൾക്കാർ ചോദിക്കും, ആൾക്ക് ഇവിടെ പള്ളിയിൽ അതൊക്കെ എനിക്ക് അറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ പരിഹസിക്കുന്ന, അവരെ അതിൽ നിന്ന് പിറകോട്ട് മാറ്റുന്ന ഒരു മൈൻഡ് നമ്മുടെ അടുത്ത് ഉണ്ടാകാൻ പാടില്ല. അതിന് റമദാൻ അതിനുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ ആളുകളെ മാറാനുള്ളതാണ്, മാറ്റാൻ നമുക്ക് സാധ്യമാകണം. നമ്മുടെ പരിസരങ്ങളിൽ ലഹരിയുടെ വലയത്തിൽപ്പെട്ടവർ, മദ്യപാനത്തിന്റെ, സിഗരറ്റിന്റെ, കഞ്ചാവിന്റെ ലഹരിയിൽ അകപ്പെട്ട ആളുകളെ ഈ റമദാൻ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് വരാൻ കഴിയില്ല ഞങ്ങളെ പള്ളിയിലേക്ക്, നിങ്ങൾക്ക് ഇത്തികാഫിരുന്നൂടെ, നിങ്ങൾക്ക് 2 ദിവസം വന്നൂടെ, നിങ്ങൾക്ക് ജമാഅത്തിന് വന്നൂടെ, ജുമാക്ക് വന്നൂടെ. പതുക്കെ പതുക്കെ തോളോട് തോള് ചേർത്ത് സ്നേഹത്തോടെ അല്ലാതെ ഒരാളെയും ഒരു ദുശ്ശീലക്കാരനെയും
ദേഷ്യത്തോടെ ശാഠ്യം പിടിച്ച് അടിച്ചിട്ടൊന്നും മാറ്റാൻ കഴിയില്ല. സ്നേഹത്തോടെയും സൗമ്യതയോടെയും മാറ്റാൻ കഴിയുള്ളൂ. ഹിൽമ വേണം, അനാത്ത് വേണം, വിവേകം വേണം, അവധാനത വേണം. നോമ്പുകാരാ, നിനക്ക് സ്വർഗം കിട്ടണോ? പാപം പൊറുക്കണോ? ഈമാനും ഇഹ്തിസാബും നിനക്ക് വേണം. ഒരൊറ്റ ദിവസം നീ നല്ലപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റാൽ 70 വർഷക്കാലം നരകത്തിൽ നിന്ന് നിന്നെ അകറ്റപ്പെടുമെന്നതും ഹദീസിൽ വന്ന വാക്ക് തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോക്കുന്ന വിശ്വാസിക്ക് നല്ല മാറ്റങ്ങൾ പലതും അധികരിക്കാൻ തുടങ്ങും. യസീദു ഈമാന, അവന്റെ ഈമാനിൽ വർധനവുണ്ടാക്കും. നോമ്പ് നോറ്റാൽ ഉണ്ടാക്കണം, എന്നാലേ നോമ്പാകുള്ളൂ എന്നാണ്. ഈമാനികമായ വർധനവുണ്ടാക്കണം. വജ്തിനാബു നവാഹി, അവൻ ചെയ്തിരുന്ന എന്തെങ്കിലും നിരോധങ്ങളോ വേണ്ടാത്തരങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോമ്പ് കൊണ്ട് സാധ്യമാകണം. അതുപോലെ തന്നെ വൈത്തിബാഉൽ ഹവാ, ഹവയെ പിൻപറ്റുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാകണം. സാധിക്കും നോമ്പിലൂടെ ദേഹേച്ഛകളിൽ നിന്ന് മാറാൻ. വൈസ്തിഗ്ഫാരി, നന്നായി തൗബ ചെയ്ത് എല്ലാത്തിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങി പാപമോചനത്തിന് ആഗ്രഹിക്കുന്നവരെ നിനക്കതിന് പറ്റുന്നതാണ്. വമിൻ വസാവിസി ശയാത്തീൻ, പൈശാചിക ദുർബോധനങ്ങളെ മറികടക്കാൻ നിന്റെ നോമ്പ് കൊണ്ട് സാധ്യമാകും. നീ ഒരുപാട് കാലം വിശപ്പും ദാഹവും അനുഭവിച്ച് ജീവിക്കുമ്പോ വിശപ്പും ദാഹവും അനുഭവിക്കുന്ന നാട്ടിലെ പാവപ്പെട്ട ദരിദ്രരെ നിനക്ക് ഓർക്കാൻ കഴിയുന്നതാണ്. ക്ഷമയുടെ മാസമാണ്. നോമ്പ് കൊണ്ട് നിനക്ക് ക്ഷമ പഠിക്കാൻ പറ്റുന്നതാണ്. ആരോഗ്യപരമായി അതുപോലെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും നോമ്പിന്റെ ഗുണമാണ്. അതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിലെ ഓരോ സുന്നത്തായി നമുക്ക് കിട്ടാവുന്ന മാർഗങ്ങളൊക്കെ നല്ല പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് വരാൻ നമുക്ക് സാധ്യമാകണം. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 19-ാം തീയതി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ ആളുകളെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു വിജ്ഞാനവേദി നടക്കാനിരിക്കുന്നു. ഞാനത് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. റമദാനിനെ ഒന്നുകൂടെ എത്രമാത്രം ക്രിയാത്മകമായി ഇടപെടാൻ പറ്റുമെന്നുള്ളതിനെ പഠിപ്പിക്കാൻ നമ്മൾക്ക് അവിടെ പങ്കെടുക്കുക. കുടുംബസമേതമൊക്കെ ഈ ഞായറാഴ്ച മഗ്രിബ് നമസ്കാര ശേഷം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ നമുക്ക് ഇനിയും പഠിക്കാൻ. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും വരുന്നില്ല, ഞാനൊരു സൂചനയിലേക്ക് മാത്രം ഇങ്ങനെ വന്നതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുള്ള ഒരു റമദാനും അയാൾ വെറുതെയായി ഉറങ്ങി നടന്ന് ചിരിച്ച് ഫോണിൽ കളിച്ച് അങ്ങനെ സമയം കളഞ്ഞ് ക്ലബ്ബുകളിലും വേറെ എവിടെങ്കിലും പോയിരുന്ന് ടൈം പാസ് മാത്രം കണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ നഷ്ടപ്പെടുത്തുന്നത് അനുഗ്രഹീതമായ ദിനരാത്രങ്ങളെയാണ്. നീ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടാൻ മാത്രം ദുഷിച്ചവനായി ഹദീസുകളിൽ വന്ന പ്രയോഗമാണ് എന്ന് തിരിച്ചറിയുക. ഓരോ ഖിയാമുൽ ലൈലും തറാവീഹുകളും നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ജമാഅത്ത് നമസ്കാരങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും പള്ളിയിലേക്ക് പുരുഷന്മാർ, ഓരോ ഭാര്യമാരും ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നവനല്ലെങ്കിൽ നിസ്കരിക്കണ്ടല്ലോ നിങ്ങൾ തോന്നിപ്പിക്കുന്നത് പിശാചാണ്. നിസ്കരിച്ചാൽ പോരാ. ജമാഅത്ത് നമസ്കാരത്തിന്റെ 27 ഇരട്ടി സാധാരണ ദിവസങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ ശീലമാക്കാത്തവർ റവാത്തിബ് നമസ്കാരമുണ്ട്, ളുഹാ നമസ്കാരമുണ്ട്, അതുപോലെ വുളൂഇന്റെ നമസ്കാരമുണ്ട്, ഏതെല്ലാം തഹിയ്യത്ത് നമസ്കാരമുണ്ട്, തഹജ്ജുദ് നമസ്കാരമുണ്ട്. സുന്നത്ത് നമസ്കാരങ്ങളിലേക്ക് മുന്നോട്ട് വരിക. സ്വദഖാത്തുകൾ ധാരാളമായി അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ ഖത്മ് ചെയ്യാൻ, അർത്ഥം പഠിക്കാൻ, ഹിഫ്ളാക്കാൻ, അതിന്റെ പരീക്ഷകളും മറ്റുമൊക്കെ വരുമ്പോൾ അതൊക്കെ എഴുതി അതിനോട് കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ, നാളെ ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ അതിലേക്ക് ഒന്നുകൂടെ അടുത്തേക്ക് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ഇന്ന് നമ്മൾ കേൾക്കുന്നവരാണ്. നാളെ ഒരു പക്ഷേ ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയൂല. ഒരു ദിവസം മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബം, അദ്ദേഹം ഗൾഫിലായിരുന്നൊരു ചെറുപ്പക്കാരൻ 3 കൊല്ലങ്ങൾ കഴിഞ്ഞ് ആദ്യമായി നാട്ടിലേക്ക് വരുമ്പോ വീട്ടിലൊരു വാഹനം ഉണ്ടായിരുന്നു. വാപ്പ പറഞ്ഞു, മോൻ വരില്ലേ, ഞമ്മക്ക് പോയിട്ട് മോനെ കൊണ്ടുവരാം. മൂത്ത ജ്യേഷ്ഠനും ബാപ്പയും കൂടെ എയർപോർട്ടിലേക്ക് ഓട്ടോറിക്ഷയുമായി കയറി ചെന്നു. അവൻ എയർപോർട്ടിൽ ഇറങ്ങി. ആദ്യമായി അവൻ ഗൾഫിൽ നിന്ന് വരികയാണ്. വളരെ സന്തോഷത്തോടെ പെട്ടിയിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ നല്ല സ്വീറ്റ്സും നട്ട്സും അതുപോലെയുള്ള ഡ്രസ്സുകളൊക്കെ ആക്കി പാക്ക് ചെയ്ത് ഓട്ടോറിക്ഷയിൽ വന്ന് വീടെത്തുന്നതിന്റെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വലിയ കണ്ടെയ്നർ വന്ന് ഇടിച്ച് മറിഞ്ഞ്
3 പേർ മരണപ്പെട്ട് അവസാനം ആ റോഡ് നിറയെ ടോയ്സുകളും ഡ്രസ്സുകളും സാധനങ്ങളും പരന്നു കിടന്ന് വീടിന്റെ കോലായിൽ 3 മയ്യത്തുകൾ യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധേന മരണം അവരുടെ മുമ്പിലേക്ക് വന്നു. ഒരു വീട്ടിൽ 3 മയ്യത്തുകൾ കുടിപ്പിച്ചു കിടത്തിയ രംഗം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം അറിയാതെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണത്തെക്കുറിച്ച് ഇനിയും മറന്നു ജീവിക്കരുത്. നമുക്കൊരു പ്രതീക്ഷ ഇനിയുമുണ്ടെന്ന തോന്നലുണ്ടെങ്കിൽ വേണ്ട. ഒരു ദിവസം ഒരു കുടുംബത്തിൽ ഒരു മരണം നടന്നു. ഉമ്മയാണ് മരിച്ചത്, എല്ലാവർക്കും അറിയാലോ. വീട്ടിൽ 3.5 വയസ്സുള്ള കുഞ്ഞുണ്ടായിരുന്നു. ഈ മരണപ്പെട്ട മയ്യത്തിനെ കാണാൻ ആളുകൾ വരാൻ തുടങ്ങി. എല്ലാവരും കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വെക്കാൻ തുടങ്ങി. ഉമ്മ ഇങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. കുട്ടിക്കെന്തോ ഒരു പന്തികേട് തോന്നി. കുറെ നേരം അങ്ങോട്ടിങ്ങോട്ടൊക്കെ കുട്ടി നടന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ഉമ്മാനെ കുറെ വിളിച്ചു നോക്കി, ഉമ്മ എഴുന്നേൽക്കുന്നില്ല. അവസാനം ഈ കുട്ടി പറഞ്ഞു, എനിക്കൊന്ന് മൂത്രമൊഴിക്കണം, കക്കൂസ് പോകണം എന്ന് പറഞ്ഞു കുട്ടി വാതിലടച്ച് ടോയ്ലറ്റിനകത്ത് കയറി. എന്നിട്ട് അവസാനം 1/2 മണിക്കൂറോളം കഴിഞ്ഞ് കുട്ടി വാതിൽ തുറക്കുന്നില്ല. കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മച്ചി വരാതെ ഞാൻ തുറക്കൂല, എന്റെ ഉമ്മച്ചി വരണം, എന്നാലേ ഞാൻ ഈ വാതിൽ തുറക്കൂ. ആലോചിക്കണം നമ്മൾ, ഇത് നമ്മുടെ വീട്ടിലാണോ? ഇത് നമ്മുടെ കുടുംബത്തിലായാലോ? ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിൽ ചിന്തിപ്പിക്കാത്ത, ഓർമ്മപ്പെടുത്താത്ത ഒരായത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. നീ എത്ര ഓടിയാലും എവിടെ പോയി ഒളിച്ചാലും എവിടെ പോയിരുന്നാലും നിന്റെ മരണം നിന്നെ പിടികൂടുന്നതാണ്. കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിൽ ഒളിച്ചാൽ പോലും സമയമായാൽ വൈകിപ്പിക്കൂല, നേരത്തെ ആകൂല. പ്രായം പ്രശ്നമല്ല, രോഗം പ്രശ്നമല്ല, യാതൊന്നും വേണ്ട. അജലും മുസമ്മാ, കൃത്യമായ നിശ്ചയിക്കപ്പെട്ട അവധി എത്തിയാൽ ഓരോ മനുഷ്യനും മരിക്കുന്നതാണ്. ഈ അടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ചെറിയ ചെറിയ പ്രായക്കാർ വരെ മരണപ്പെടുന്നു. യാതൊരു കുഴപ്പവുമില്ലാത്ത, രോഗങ്ങളില്ലാത്ത ആളുകൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. സഹോദരങ്ങളെ, മരണത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഒരിക്കലും അവൻ ആലോചിക്കാത്ത ഒരു സമയത്ത് അവൻ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരും. അവളങ്ങ് മരിച്ചാൽ കുളിപ്പിച്ചു അവൻ കഫൻ പുടവയിലങ്ങ് പൊതിയുകയാണ്. ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ മാറ്റുകയാണ്. ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരിവെക്കുകയാണ്. നമ്മുടെ മൊബൈൽ ഫോണും നമ്മൾ ഉപയോഗിച്ചിരുന്ന പേഴ്സും ATM കാർഡുകളും നമ്മുടെ അക്കൗണ്ടുകളും ഇനി നമുക്കാവശ്യമില്ല. നമ്മുടെ സമ്പത്ത് ഓഹരി വെക്കുകയാണ്. ഭാര്യയാണെങ്കിൽ ഇതാ കാലാവധി കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയായി മാറാൻ പോവുകയാണ്. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, ഭാര്യ മരിച്ചു പോയ ആളാണെങ്കിൽ അധികം വൈകാതെ അതേ മണിയറയിൽ, അതേ ബെഡ്റൂമിൽ പുതിയൊരു പെണ്ണിനെ കൊണ്ടുവരേണ്ടി വരുന്നു. മക്കൾ പതുക്കെ പതുക്കെ പലരെയും മറക്കാൻ തുടങ്ങുന്നു, പുതിയ പുതിയ ജീവിതത്തിലേക്ക് വരുന്നു. പക്ഷേ നമ്മുടെ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ ഒരു അമല് മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അതിൽ നമ്മുടെ റമദാൻ ഉണ്ടാവണം, ലൈലത്തുൽ ഖദർ ഉണ്ടാവണം, ഖുർആൻ ഉണ്ടാവണം, നോമ്പുണ്ടാവണം, ദിക്റുകൾ ഉണ്ടാവണം, സ്വലാത്തുകൾ ഉണ്ടാവണം, ഇസ്ലാമിന്റെ മഹത്തരമായ നന്മകൾ കൂടെ ഉണ്ടാവണം. അവിടെ പരിശോധിക്കുന്നത് അമലാണ്, നാളെ പരലോകത്ത് തൂക്കുന്നത് അമലാണ്. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്തോ അതവിടെ കാണുന്നതാണ്. അവന്റെ ഹിസാബ്, വിചാരണ എല്ലാം കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തുലാസ് നന്മയുടെ അടിസ്ഥാനത്തിൽ തൂക്കി നോക്കുകയാണ്. സിറാത്ത് പാലം നടക്കുന്നത് നന്മയുടെ അടിസ്ഥാനത്തിലാണ്. സ്വർഗത്തിലെ മഹത്തരമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നത് നന്മയുടെ അടിസ്ഥാനത്തിലാണ്. അവിടെ ചെന്ന് മനുഷ്യർ വിലപിക്കുമത്രേ ഒരു നന്മ ചെയ്യാൻ. فلا صدق ولا صلى ولكن كذب وتولى. മരണസമയത്ത് വിലപിക്കും മനുഷ്യന്മാര്, ഞാൻ സ്വതക്ക ചെയ്തിട്ടില്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല, എനിക്ക് സമയം തരൂ. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, സമയം തരൂ പടച്ചോനെ, ഞാൻ സ്വതക്ക ചെയ്യാൻ, ഞാൻ നന്നാവാം. ആലോചിക്കുക, നമുക്കൊരിക്കലും സമയം നീട്ടിക്കിട്ടൂല. ഇന്ന് ഈ സെക്കൻഡുകൾ കഴിഞ്ഞ് നാളെ പുലരുമ്പോ നമ്മൾ ഹയാത്തോടെ ഉണ്ടോന്ന് അറിയാൻ കഴിയാത്ത മനുഷ്യർ, ഗ്യാരണ്ടി ഇല്ലാത്തവരാ